രാമൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് മാലിനി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ഈ മാലിനിനെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊരു സിനിമ എടുക്കാൻ പോകുമ്പോൾ ഈ സിനിമ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു കഥ സെലക്ട് ചെയ്തതിന് ശേഷം, രാമനെ സെലക്ട് ചെയ്തതിന് ശേഷം. രണ്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതെന്തോട്ട് അവിടെ ഷൂട്ട് ചെയ്യും, രണ്ട് ബിക്കോസ് ഒരു സിറ്റി ഉണ്ട്, കൊച്ചിയാണ് ഷൂട്ട് ചെയ്യുന്നത്, ദാറ്റ് വി ക്യാൻ മാനേജ്. അതിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻസ് ഒക്കെ കിട്ടാൻ, ദാറ്റ് വി ക്യാൻ മാനേജ്. പക്ഷേ ഏതെന്തോട്ട് അവിടെ ഷൂട്ട് ചെയ്യും, രണ്ട് ഈ പെണ്ണ് എവിടെ നിന്ന് കിട്ടും. ബിക്കോസ് എഗെയിൻ ഈ വർഷങ്ങൾക്കിടയിൽ ഞാനിത് ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സിനോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ട്രെയിലറൊക്കെ വന്നപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു, ഇതായിരുന്നല്ലേ അങ്ങനെയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എല്ലാവരും എനിക്കെന്ന് വെച്ചാൽ അത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ആക്ടർ അല്ലെങ്കിൽ സ്റ്റാർ ചെയ്താൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രഷ്നെസ് വരില്ല, ഒരു ന്യൂ ഫേസ് ചെയ്താലേ നിൽക്കുള്ളൂ. പക്ഷേ ഇത് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ന്യൂ ഫേസിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആളെ കിട്ടുമോ ഇല്ലയോ. ഞാൻ ഒരുപാട് ഓഡീഷൻസ് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. അധികം ഡാൻസേഴ്സിനൊക്കെ റിയൽ ലൈഫ് ഡാൻസേഴ്സ് ഇല്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സിനോടൊക്കെ. പക്ഷെ ഒന്നും ശരിയായില്ല. ഡാൻസറാണോ? അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ശരിയായില്ല. അപ്പോൾ അങ്ങനെ അനു ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ അനു ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഞാൻ അനുവിനെ കാണാൻ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചേനെ, അനു ഹസ്ബൻഡൊക്കെ വരുന്നു പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം എന്നിട്ട് അവിടേക്ക് പോയിരുന്നു. ബിക്കോസ് അവർ വളരെ പൊളൈറ്റായിട്ട് നോ പറയും, അവർക്ക് ഒതുങ്ങുന്നൊരു ക്യാരക്ടർ ആയിരിക്കില്ല എന്നൊക്കെയാണ്. പിന്നെ നമ്മൾ നോ പറയാൻ അറിയാവുന്ന ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അയ്യോ ഇല്ല, നോ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു ശരിയാവുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എന്തിനാ അവർ മോശമായതുകൊണ്ടല്ലോ, അവർ ആ ക്യാരക്ടറിൽ നോ പറയാൻ ബുദ്ധിമുട്ടെന്നാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് പറഞ്ഞാൽ വേണ്ട രീതിയിൽ പറഞ്ഞാൽ ആൾക്കാരെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. എനിക്കത് പറയാൻ യാതൊരു വിഷമമില്ലാത്ത ആളാണ്. അത് വേണ്ടവർക്ക് മനസ്സിലാക്കാം, ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അനുവിനെ കാണാൻ റെസ്റ്റോറൻറ്റ് ഞാൻ എനിക്കൊരു ഫോണൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അയാൾ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ ഒരാഴ്ചയായിട്ട് ബാക്കിയുള്ളൂ. അപ്പം ഞാൻ അയാൾ വിളിച്ച ആളോട് പറഞ്ഞു, ആരെ വിളിച്ചത്, ഏതൊരു ഡയറക്ടറായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, ചുമ്മാ കാണാൻ പോവാം, മിക്കവാറും നമുക്ക് മറ്റേ എസ്റ്റാബ്ലിഷ്ഡ് ആളെ കാസ്റ്റ് ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്കിതിൽ ഭയങ്കര പോസിറ്റീവ് വൈബ് സിനിമയിൽ തോന്നുന്നത് ഞാൻ ഈ ഏതെന്തോട്ടം കണ്ടപ്പോഴാണ്. ലൊക്കേഷൻ ദെൻ ദർ വാസ് നോ ലുക്കിംഗ് ബാക്ക് എന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ എല്ലാ സംശയങ്ങളും ഈ സിനിമയെ കുറിച്ച് മാറിയത് ആ ലൊക്കേഷൻ കണ്ടപ്പോഴാണ്. ലൊക്കേഷൻ വാഗമണിലായിരുന്നു. അപ്പോൾ വാഗമൺ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലം, ഞാൻ എപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് വാഗമണിൽ നിന്ന് ലൊക്കേഷൻ ആവില്ല എനിക്ക് ഷുവറായിരുന്നു. ബിക്കോസ് അവിടെ ഒന്നുമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ ഒന്നും കണ്ടിട്ടില്ല അവിടെ വാഗമണിൽ. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ നെല്ലിയാമ്പതി ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ കണ്ട സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം ഈ വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് മാറിപ്പോയി. അവിടെ റോഡ്സൊക്കെ വന്നു, അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വന്നു. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ലുക്കിംഗ് ഡിഫറെൻറ്റ് ഫ്രം എ സിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിലും വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല അത്. അപ്പം ഞാൻ എവിടെ ഷൂട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് എന്നോട് ബിജിബാലാണ് എന്നോട് പറഞ്ഞത്. പുള്ളി മുന്തിരിവള്ളികളുടെ സോങ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥലത്താണ്, വാഗമൺ എസ്റ്റേറ്റ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വാഗമൺ സ്ഥലത്ത് വരുന്നു, ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സിനിമയുടെ ഡയലോഗ് ഞാൻ ഏറ്റവും ലാസ്റ്റ് എഴുതുക ഷൂട്ടിങ്ങിന്. അപ്പോൾ അത് 10-20 സീൻ എഴുതി സമയത്താണ് ഞാനും വൈഫെല്ലാം കൂടി ചുമ്മാ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തതാണ്. അവിടെ പോയപ്പോൾ ആ സ്ഥലത്ത് എത്തിയതും നമുക്കൊരു വൈബ് കിട്ടും ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, വണ്ടി അവിടെ പാർക്ക് ചെയ്തു, അവിടെ ജീപ്പ് വന്നു. അത് കഥയിലുള്ള സീനാണത്. ജീപ്പിലിങ്ങനെ നമ്മൾ പോവാണ്, അവിടെ റോഡില്ല, റോഡുകളാണ്, മനപ്പുറം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു ഫോറസ്റ്റ് റിസോർട്ടായിട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പോട്ട് പാമ്പ് ഇങ്ങനെ പോകുന്നു. അപ്പം പാമ്പിനൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതാണ്, അത് അങ്ങനെ പറ്റുന്നൊരു സ്ഥലമായിരിക്കണം. അപ്പം ജസ്റ്റ് നടപ്പോൾ അതാ ഒരു അരുവി, ഇത് തന്നെ നമ്മൾ മനസ്സിലുദ്ദേശിച്ചിരുന്നു. വണ്ടി കറക്റ്റ് ഒരു സ്ഥലത്ത് വന്ന് കുഴിയിൽ വീണു. സീനുണ്ട് അങ്ങനെ കുഴിയിൽ വീണുന്നു. ആ കുഴിയിൽ ആക്ച്വലി വീണ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കയറി അവരുടെ ഓഫീസിലെത്തി തൊട്ട് ബാക്കിൽ തന്നെ ഒരു കുതിര, 2 പട്ടിക്കുട്ടികൾ, അത് സ്ക്രിപ്റ്റിലുള്ളതാണ്. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ അവർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത്. അത് ഒരു 300 ഏക്കർ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ട് റെഡി ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അവിടെ പോയതോടെ ഒരു കാര്യം ക്ലിയറായി, ഈ ഫിലിം ഈസ് സപ്പോസ് ടു ബി മെയ്ഡ്. ആൻഡ് ഇത് ഒരു ബേസിക്കലി ഞാൻ ഇതിൽ നിയോഗം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു സിനിമയിൽ എൻ്റെ തന്നെ എല്ലാ സിനിമകളും ഉണ്ടാവാറില്ല, ചില സിനിമകളിൽ അത് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം തന്നെ ഞാൻ 1 മാസം കഴിഞ്ഞ് ഷൂട്ടിംഗ് കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. അത് കറക്റ്റ് സമയത്ത് കാണാൻ പറ്റി. ആൻഡ് ദേ വർ സോ കോപ്പറേറ്റീവ് ടു ഷൂട്ട്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു കാടാണ്, കാടിൻ്റെ ഉള്ളിൽ കുറച്ച് പേർക്ക് താമസിക്കുന്ന സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ ഭയങ്കര മലനിരകൾ, ഈ കാണുന്ന സൈറ്റ്സ് എല്ലാം അവിടെ ഉള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കൺഫ്യൂഷൻസ് മാറി. ഹീറോയിന് സംഭവിക്കും. സോ എനിക്ക് തോന്നിയിരുന്നു, അതായത് വെയിറ്റ് ചെയ്യാം. സോ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് മൊമെന്റ്. ഏറ്റവും ഡിഫിക്കൽട്ടി അല്ല, ഈ സ്ഥലം കിട്ടിയോടെ എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സംശയം മാറി. എന്നുവെച്ചാൽ ഇത് പക്ക സ്ഥലം, ഇതിലും പെർഫെക്റ്റ് ആയ സ്ഥലം കിട്ടാനില്ല. നമുക്കൊരു കാട് 300 ഏക്കർ എടുത്ത് നമ്മൾ സെറ്റ് ഇട്ട പോലെ ഇരിക്കുകയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ, പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് പോലെ തന്നെ.
അപ്പോൾ എനിക്ക് ആ സംശയം മാറി. അപ്പോൾ ഹീറോയിൻ അതുകൊണ്ട് ഞാൻ കാസ്റ്റ് ചെയ്തില്ല. പക്ഷേ പലരും റെഡി ആയിട്ടുണ്ടായിരുന്നു, ഡേറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് മിനിറ്റ് മൊമെൻ്റ് ഒരു ആരെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കൊരു ശക്തമായ തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അനുവിനെ കാണാൻ പോയപ്പോൾ ശരിയാവില്ല, എൻ്റെ ഫോട്ടോ ഒന്നും കണ്ട് എനിക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ഫോട്ടോ കണ്ട് കുഴപ്പമായിട്ടല്ല. പക്ഷേ ഷീ ഈസ് പ്രോബ്ലി നോട്ട് എക്യുപ്ഡ് ടു പ്ലേ സച്ച് എ ക്യാരക്ടർ എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനുവിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അനുവിനെ ഹോട്ടലിൽ വെച്ച് അനുവിനെ, പക്ഷേ നമ്മൾ നോ എന്ന് കാണാൻ പോയിട്ടേ ഹോട്ടലിൽ വെച്ച് ഫസ്റ്റ് അനുവിനെ കണ്ടപ്പോൾ തന്നെ ഇനി ഇഷ്ടമായി. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇഷ്ടമാവാൻ വേണ്ട ഘടകങ്ങളൊന്നും അനു ഭയങ്കര ഹെവിലി മേക്കപ്പ് ചെയ്തിട്ടിരുന്നിരുന്നത് എന്തോ കാരണം കൊണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഈ ക്യാരക്ടർ. പക്ഷെ ഒരു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇവരെ ആണല്ലോ മാലിനി എന്നുള്ളത്. അതൊരു ഗട്ട് ഫീലിംഗ് ആണ്. ഇറ്റ് വർക്ക്സ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ രാമനെ പറ്റിയിട്ട് നല്ലൊരു പിക്ചർ എനിക്ക് പറഞ്ഞു. മാലിനിയുടെ ആക്ച്വലി മനസ്സിൽ ഡയറക്ടറിൻ്റെ ഉള്ളിലെ മാലിനി എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ ട്രോളുകളിൽ ശ്രദ്ധിച്ചായിരുന്നു, രഞ്ജിത് ശങ്കറിന്റെ നായികമാരെന്നും പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതെന്തറിയോ, അത് യു ആർ ലക്കി ആൻഡ് ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. Still always ഒരു സുന്ദരിയായി ഇപ്പോഴും ട്രോളൊക്കെ വന്നപ്പോഴാണ് ഇത്രയും കാലം ആലോചിച്ചത്, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചത്. അത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അതൊരിക്കലും അത് സൗന്ദര്യം അത്ര വലിയ സുന്ദരികളും അല്ല. ഇനിയിപ്പോൾ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ദ ക്യാരക്ടേഴ്സ് വെർ ബ്യൂട്ടിഫുൾ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം എനിക്കങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഒരു ആക്ടർ ബ്യൂട്ടിഫുൾ ആവുന്നത്. ദ ക്യാരക്ടർ ബിക്കംസ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സൂസൂല് കല്യാണി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അതിനോട്. അങ്ങനെയാണ് പല ക്യാരക്ടേഴ്സും വരുന്നത്. ഇത് മാലിനീനെ സംബന്ധിച്ച് പറഞ്ഞാൽ മാലിനി കോതമംഗലത്തൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു ആളാണ്. ഡാൻസർ, കലാതിലൊക്കെ ആയിരുന്നു കോളേജിൽ. അപ്പോൾ അവർക്കൊരു കലാകാരിയായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. വിത്തൗട്ട് ദ മെറ്റീരിയൽ തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അത് ലോകം മുഴുവൻ അറിയപ്പെടണം, നർത്തകി ആവണം, കലാകാരി ആവണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു പെൺകുട്ടി. ഷീ ഗെറ്റ്സ് ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം. എൻ്റെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ഉള്ളൊരു ജീവിതമാണ്. അപ്പം അവിടെ നിന്ന് കാണുന്ന ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു ആകാശത്തിൻ്റെ ഒരു കഷ്ണമൊക്കെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ടൈം ഈ രാമൻ്റെ ഏന്തോട്ടത്തിൽ പോകുമ്പോൾ തന്നെ ഷീ ജസ്റ്റ് ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ്. ഷീ ഫീൽ സോ റിഫ്രഷ്ഡ് ബിക്കോസ് അതൊരു ഭയങ്കര അവരുടെ ഉള്ള കലയൊക്കെ വീണ്ടും ഒരു ഉണരുന്ന ഒരു ഘടകം അവർക്ക് ഫീൽ ചെയ്യണം. എന്നുവെച്ചാൽ അവർ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ്സിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സ്ഥലത്ത് പോവുകയും ഇയാളെ കാണുകയും ചെയ്തത്. Then they fall in love and what happens എന്നുള്ളതൊക്കെയാണ് കഥ.